പാട്ടും ഊത്തും 5811 എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പരീക്ഷാക്കാലമാണല്ലോ വരുന്നത്. SSLC, +2, അതുപോലെ +1, കുറേ പരീക്ഷാക്കാലമാണ്. അപ്പോൾ പരീക്ഷാ പേടിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരമാവധി ലൈക്ക് ചെയ്യുക, മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ പരീക്ഷാക്കാലത്ത് പ്രധാനമായിട്ടും കുട്ടികൾക്കും ഇപ്പോൾ ഏതൊരു പരീക്ഷ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ നേരിടുന്ന ആളുകൾക്കൊരു പേടി, പരീക്ഷാ പേടി. ശരിക്കും പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണിത്. മനസ്സ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. എനിക്ക് കാരണം നെഗറ്റീവായിട്ടുള്ള അയ്യോ അതിന് മാർക്ക് കുറഞ്ഞാൽ എന്താവും, അപ്പോൾ അത് ഇനി വീട്ടിൽ നിന്ന് പറയില്ലേ, അല്ലെങ്കിൽ അച്ഛനമ്മ രക്ഷിതാക്കൾ പറയില്ലേ, നാട്ടുകാർ പറയില്ലേ എന്നുള്ള ആ ഒരു വേവലാതി ടെൻഷനാണ്. ആ ടെൻഷൻ ഒഴിവായാൽ തന്നെ നമുക്കൊരു പ്രശ്നമില്ല, നന്നായി പഠിക്കാൻ പറ്റും. ശരിക്കും പഠനം എന്ന് പറയുന്നത് ആദ്യമേ ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യണം എന്നാണ്. പരീക്ഷേൻ്റെ 2 ദിവസം മുമ്പെന്നല്ല ശരിക്കും നോക്കേണ്ടത്. തുടക്കത്തിലേ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കണം. എന്നാലേ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതാണ്, നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ കാര്യം നമ്മളാണല്ലോ. നമ്മൾക്ക് മാർക്ക് കിട്ടിയാൽ ആർക്കും അതിൻ്റെ ഗുണം നമ്മൾക്കാണ്, നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുപോലെ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഒക്കെ അവർക്ക് മറ്റുള്ള ആളുടെ ഇടയിൽ അവർ മോശക്കാരാവോ എന്നുള്ള ചിന്തകളൊക്കെ അതൊക്കെ നിങ്ങളുടെ പേരിൽ, കുട്ടികളുടെ പേരിൽ അടിച്ചേൽപ്പിക്കും. മാർക്ക് പറഞ്ഞ് അങ്ങോട്ട് വന്നു പോകണ്ട, അല്ലെങ്കിൽ 98 മാർക്ക് ഔട്ട് ഓഫ് 100 കിട്ടിയ കുട്ടികൾ 2 മാർക്ക് എവിടെ പോയി, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ കുട്ടികൾക്കും ഓരോ കാലിബറാണുള്ളത്. അപ്പോൾ ഈ കാലിബർ അനുസരിച്ച് അവരുടെ കഴിവിനനുസരിച്ചാണ് രക്ഷിതാക്കൾ പെരുമാറേണ്ടത്. എല്ലാവർക്കും ഒരു ഓട്ടപ്പന്തയത്തിൽ എല്ലാവർക്കും 1ാം സ്ഥാനത്ത് എത്താൻ പറ്റില്ല. എത്ര 1-2 ആളുകൾക്ക് ഫോട്ടോ ഫിനിഷിങ്ങിൽ അങ്ങനെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു റുട്ടീനായിട്ട് വലിയ ടെൻഷൻ ഇല്ലാതെ പരമാവധി ടെൻഷൻ കുറയ്ക്കുക. കാരണം എന്തപ്പോൾ നമ്മൾ ഈ ഒരു SSLCയിൽ ഫുൾ മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയിട്ടില്ലെങ്കിലും എത്ര ആൾക്കാർ വിജയിക്കണു. ഇതൊന്നല്ല ജീവിത വിജയത്തിൻ്റെ ഒരു മാനദണ്ഡം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓവർ സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. നമ്മളെ തന്നെ, നമ്മുടെ സെൽഫിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പഠനം ഏത് രംഗത്തായാലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. അങ്ങനെ മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് ഈ യോഗാസനവുമായി ബന്ധപ്പെട്ട പ്രാണായാമങ്ങളിൽ നാഡിശുദ്ധി പ്രാണായാമം എന്നൊരു സംഭവം. അപ്പോൾ ഈ നാഡിശുദ്ധി പ്രാണായാമം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടും. നല്ലതാണ്. കോൺസെൻട്രേഷൻ കിട്ടാനും, അതുപോലെ ഈ കോൺസെൻട്രേഷൻ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ഓർമ്മശക്തി കൂടുതലുണ്ടാവുക. അപ്പോൾ നമ്മളൊരു ഈ ഫോർമുലാസൊക്കെ പഠിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പിക്ചർ രൂപത്തിലാണ് നമുക്ക് എളുപ്പം റീകോൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ പേജന്നെ നമ്മൾ മനസ്സിലേക്ക് പതിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ചില ഫോർമുലാസ് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലോ, അല്ലെങ്കിൽ പിന്നെ പുസ്തകം എടുക്കുന്ന സ്ഥലത്തോ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തോ ഒക്കെ എഴുതി വെച്ചാൽ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പഠിക്കുമ്പോൾ എന്താവും, നമ്മുടെ മനസ്സിലത് ഫിക്സ് ആവും. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് മെമ്മറിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, നല്ല ഉറക്കം വേണം. ഉറക്കമുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം റീകോൾ ചെയ്തെടുക്കാനൊക്കെ പറ്റുള്ളൂ. നല്ല സൗണ്ട് സ്ലീപ്പ് വേണം. അപ്പോൾ നമ്മൾ സൗണ്ട് സ്ലീപ്പ് കിട്ടണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ബോഡി ക്ലോക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. ബോഡി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ക്ലോക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ റുട്ടീനായിട്ട് സമയം രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക, രാത്രി 10 മണിക്ക് കിടക്കുക എന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ 6-8 അങ്ങനെയാണെന്ന് വെച്ചാൽ ഏതാണോ നിങ്ങൾ സമയം, രാവിലെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. ഡിപ്പെൻസ് ആണ്. ചില ആളുകൾ കുട്ടികൾക്ക് രാത്രി പഠിക്കുന്നതായിരിക്കും സൗകര്യം. അപ്പം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കിടക്കാൻ പോകുന്നത്, എഴുന്നേൽക്കുന്നത് കൃത്യസമയത്ത് പാലിക്കുക. അതാണ് ബയോളജിക്കൽ ക്ലോക്ക്. നല്ല ഉറക്കം. ന്യൂട്രീഷണൽ ഫുഡ്, നല്ല ശരീരത്തിന് പ്രോട്ടീനും മാംസ്യം, അതേപോലെ കാർബോഹൈഡ്രേറ്റും വിറ്റാമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സമീകൃതമായ ആഹാരം കഴിക്കാൻ നോക്കുക. നന്നായി വെള്ളം കുടിക്കുക. അപ്പോൾ ഈ ചെറുതേൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചെറു മത്സ്യങ്ങൾ നല്ലതാണ് കറി വെച്ച് കഴിക്കുമ്പോൾ. അതൊക്കെ മെമ്മറി കൂട്ടാൻ സഹായിക്കുന്ന അമിനോ ആസിഡുകൾ കൂടുതലുള്ളതാണ്. അപ്പോൾ നല്ല ഉറക്കം, നല്ല ഭക്ഷണം, പിന്നെ എന്താ പറയുക, ടെൻഷൻ കുറയ്ക്കുക. ഈ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പരമാവധി ചെയ്യാനുള്ളത് തന്നെ ഒന്ന് ഈ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുക, കാരണം അതിപ്പോൾ മാർക്ക് കുറഞ്ഞാൽ എന്തായിപ്പോവും, ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് പോകേണ്ടി വരുമോ, അല്ലെങ്കിൽ ഫുൾ A+ കിട്ടിയില്ലെങ്കിൽ എന്താവും, അതൊക്കെ അപ്പം നോക്കാമെന്നേ. നമുക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കുക, നന്നായി എഴുതുക, അത്ര മതി. ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും നമ്മൾ ഫുൾ A+ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആൾക്കാർ പറയും, ഫ്ലക്സ് വയ്ക്കും, അതൊക്കെ. അത് കഴിഞ്ഞാൽ പിന്നെ ആരാതൊക്കെ പറയുന്നത് ആരും നോക്കില്ല, അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ചിട്ടയായ ഒരു പഠനം, നമ്മൾ പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ ഈ ടെൻഷൻ കുറച്ചാൽ തന്നെ പകുതി രക്ഷപ്പെട്ടു. അപ്പോൾ ജീവിത വിജയത്തിൻ്റെ ആധാരം എന്ന് ഫുൾ A+ ഒന്നുമല്ല. ഫുൾ A+ കിട്ടാത്ത എത്ര ആളുകൾ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിന് ഭാരം കൊടുക്കാതിരിക്കുക. ആരെങ്കിലും പറഞ്ഞാൽ പറയും,
അതൊക്കെ ഏട്ടന് ഫുൾ എ പ്ലസ് കിട്ടിയതുണ്ടോ, നിനക്കും കിട്ടണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ അത് ടെൻഷൻ വരും. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മനസ്സിനോട് അപ്പം തന്നെ പറയുക. സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന സാധനമാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇമാജിൻ ചെയ്യണം. വൺസ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ് പ്രാക്ടിക്കലായിട്ട് വരുന്നത്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇമാജിൻ ചെയ്യാൻ പഠിക്കുക. മറ്റുള്ളവർ പറയുന്നത് നമ്മളെ ശരീരത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല, അത് പുറത്ത് തട്ടി തെറിച്ച് പോകുന്ന പോലെ കാണുക. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടേതായ പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ശൈലിയിൽ നമ്മളായി നമ്മളെ കഴിയുന്നത്ര എഫേർട്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതി എല്ലാവരും നല്ല വിജയം നേടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി നിർത്തുന്നു. നന്ദി, നമസ്കാരം.